ഹലോ നമസ്കാരം. കാതോർക്കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോയിലേക്ക് പോകാം. അക്ബർ നോക്കുമ്പോൾ എനിക്ക് പേടിയാകുന്നു. അക്ബറിനെ ടാർഗറ്റ് ചെയ്ത് അനുമോൾ. ബിഗ് ബോസ് മലയാളം സീസൺ 7 അക്ബർ ഖാനെ അനുമോൾ ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന നിലയിലെ വാക്കുകളാണ് അനുമോളിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. ബിഗ് ബോസ് സീസൺ 7 ഹൗസിനുള്ളിൽ ആദ്യ ആഴ്ചയിൽ തന്നെ തന്റെ സാന്നിധ്യം ശക്തമായി അറിയിച്ച മത്സരാർത്ഥിയാണ് അക്ബർ. അക്ബർ ഖാൻ തന്റെ ആധിപത്യം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അനുമോൾ അക്ബറിനെ ടാർഗറ്റ് ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നു എന്ന നിലയിലാണ് ഹൗസിനുള്ളിലെ കാഴ്ചകൾ. അക്ബർ ഖാനെ അനുമോൾ ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന നിലയിലെ വാക്കുകളാണ് അനുമോളിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. അനീഷിനെ പിന്നെയും സഹിക്കാം, എന്നാൽ അക്ബറിന്റെ മുഖം കാണുന്നത് തന്നെ എനിക്ക് ഭയമാണ്. ഇങ്ങനെയാണ് അനുമോൾ പറഞ്ഞത്. ഇത് അക്ബറിനെതിരായ അനുമോളുടെ ഗെയിം പ്ലാനിങ്ങിന്റെ ഭാഗമാണെന്നാണ് സോഷ്യൽ മീഡിയ പ്രേക്ഷകരിൽ നിന്ന് ഉയരുന്ന വിലയിരുത്തൽ. ഹൗസിൽ സഹിക്കാൻ പറ്റാത്ത കുറെ പേരുണ്ട്. അക്ബറിക്കയും അങ്ങനെയാണ്. പുള്ളിയുടെ സ്വഭാവം എനിക്കിഷ്ടമല്ല. അക്ബറിന്റെ നോട്ടവും എനിക്കിഷ്ടമല്ല. എന്നെ അക്ബർ നോക്കുന്നത് കാണുമ്പോൾ എനിക്ക് പേടിയാകുന്നു. അക്ബറിനെതിരെ അനുമോൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ഈ വരുന്ന ആഴ്ചയിൽ ഉൾപ്പെടെ അനുമോളും അക്ബറും തമ്മിലുള്ള വാക്കുപോലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രേണുസുതി വിഷയത്തിൽ അക്ബറിനെതിരെ പ്രേക്ഷകർക്കിടയിൽ അതൃപ്തി ഉടലെടുത്തിട്ടുണ്ട്. അത് മനസ്സിലാക്കിയാവാം ചിലപ്പോൾ അനുമോളുടെ ഗെയിം പ്ലാൻ. അക്ബറെ ടാർഗറ്റ് ചെയ്യുന്നതിനൊപ്പം അപ്പാനി ശരത്തിനെയും അനുമോൾ പ്രകോപിപ്പിച്ചിരുന്നു. ഗ്രൂപ്പ് കളിക്കാതെ ഒറ്റയ്ക്ക് നിൽക്ക്, കളിക്ക് എന്ന് അനുമോൾ പറഞ്ഞത് അപ്പാനി ശരത്തിനും അടിയായിരുന്നു. അനുമോളിൽ നിന്ന് അക്ബറിനെയും അപ്പാനിയെയും കേന്ദ്രീകരിച്ച് കൂടുതൽ നീക്കങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അനുമോളുടെ ആരാധകർ. എന്നാൽ ടാസ്കുകളിലും മൈൻഡ് ഗെയിമിലും അക്ബർ ഖാനും വരും ആഴ്ചകളിൽ കൂടുതൽ മുന്നോട്ട് പോകാനായേക്കും എന്ന വിലയിരുത്തലും ശക്തമാണ്.